അതിൽ റൗണ്ട് ഓഫ് 32 ഇനിയുള്ള പോരാട്ടങ്ങൾ എങ്ങനെയാണ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ബ്രസീലിന്റെ പോരാട്ടമുണ്ട്. ബ്രസീലിന്റെ എതിരാളികളായിട്ട് ജപ്പാനാണ്. എന്റെ ലോഡുകൾ 24 മണിക്കൂറിനുള്ളിൽ ഈ വാളയാർ ചെക്ക് പോസ്റ്റ് വഴി ഞാൻ കടത്തിയിരിക്കും. താൻ ആണാണെങ്കിൽ തടയടോ. ഇത് നിന്റെ കോർട്ടിലാടാ പന്ത്. പിന്നെ നിനക്ക് നിന്റെ പണി തുടങ്ങാം. ഒരു ദാക്ഷിണ്യവും കാണിക്കരുത് ഹംസ. ദാക്ഷിണ്യം ഒഴികെ ബാക്കിയെല്ലാം ഞാൻ കാണിക്കും. അരേ, നീ വന്ന സ്ഥലം കൊള്ളാം, സമയവും കൊള്ളാം ആയിരുന്നു വന്ന്. നിന്റെ ആത്മവിശ്വാസം കൊള്ളാം, പക്ഷെ ആയുസില്ലല്ലോ അനന്ത. അതങ്ങ് എടുക്കാൻ പോവാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാടാ ഞാനിവിടെ. ഇന്ന് രാത്രി കൊണ്ട് തന്നെ ഞാൻ ആ കേസ് വിളിക്കും. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ എല്ലാരും പൊക്കോ. ഇവന്റെ ബോഡി ആയിട്ട് നാളെ രാവിലെ ഞാൻ ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിക്ക് ജർമ്മനിയും പരാഗ്വയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഇതുവരെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടായില്ല, ഇപ്പഴാ ജീവിതത്തിൽ ഒരു അർത്ഥമൊക്കെ ഉണ്ടായത്. ജാദു സ്പേസിൽ നിന്നും വീണതാ. ഈ വീട്ടിൽ ഇത്തിരി സ്പേസ് തരുവാ മോളെ. നമ്മൾ തമ്മിലുള്ള ബന്ധം വെച്ച് ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുക. Are you sure about this? അപ്പൊ എന്നെക്കാളും വലുത് മല്ലേക്ക് ഇയാളാണല്ലേ? നൻകെ നീയും അവനും ഒരു പോലെ. ചൊവ്വാഴ്ച രാവിലെ 6:30 നെതർലൻഡ്സും മൊറോക്കോയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അതങ്ങ് മുതലെടുക്കാമെന്ന് നീ വിചാരിക്കരുത്. വിചാരിച്ചാൽ അത് ഞാനങ്ങ് മറക്കും. അപ്പൊ പറഞ്ഞു വരുമ്പോ നമ്മൾ ഒരേ റൂട്ടിൽ ഓടുന്ന വണ്ടികളാണല്ലേ? ചൊവ്വാഴ്ച അതായത് ജൂൺ 30 രാത്രി 10:30 ഐവറി കോസ്റ്റും നോർവേയും തമ്മിലാണ് കളി. എന്തെങ്കിലും ഒന്ന് കഴിച്ചാലോ? അയ്യോ വേണ്ട. പിന്നെ 2 പൊറോട്ടയും 3 ഇറച്ചിയും കഴിച്ചു ആരും തല്ലുകൊല്ലാന്ന് പോണില്ല. ഓർപ്പ് പറയുന്നില്ല എങ്കിലും ഞങ്ങള് വണ്ടിക്കകത്ത് കാണും. മനസ്സിലായോ? മനസ്സിലായേ. എന്നാ വേഗച്ചല്ലേ ആ സ്വന്തം മത്സ്യത്തെ ചൂണ്ടയിൽ കൊളുത്തിട്ട് വാ. പിന്നെ ജൂലൈ 1 പുലർച്ചെ 2:30 ഫ്രാൻസിന്റെ പോരാട്ടമുള്ളത്. എതിരാളികൾ സ്വീഡനാണ്. നമ്മളെന്തിനാ പേടിക്കണേ? ജൂലൈ 1 രാവിലെ 6:30 മെക്സിക്കോ ഇക്വഡോറുമായിട്ട് കളിക്കും. നീ വല്ലാണ്ട് വളർന്നവല്ലേ. ഞാനൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞ എവിടെ നിൽക്കാണോ അവിടെ തന്നെ നിൽക്കാണ് ഇപ്പോഴും. അണ്ണനെ തൊട്ട് അവനെ ഞാനങ്ങ് വെറുതെ വിടുവോ? അവനെ ഞാൻ തന്നെ ശരിയാക്കും. ജൂലൈ 1 രാത്രി 9:30 ഇംഗ്ലണ്ട് DR കോങ്കോക്കെതിരെ കളിക്കും. അപ്പൊ നീയാണ് പോൾ ബാർബർ അല്ലേ? നിന്റെ അച്ഛനാണ് പോൾ ബാർബർ. ഒറ്റ വരമേ ചോദിക്കാറുള്ളൂ സേതു. എന്നെ രക്ഷിക്കണം, എന്നെ മാത്രം രക്ഷിക്കണം. ജൂലൈ 2 പുലർച്ചെ 1:30 ബെൽജിയം സെനഗലുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ എവിടെ നിന്ന് വരുന്നവനൊക്കെ ചുമ്മാ. എന്താണ് പ്രശ്നം? നമ്മുടെ ഹെൽപ്പ് വല്ലതും വേണ? ഇത് വലിയ ശല്യമല്ലോ. താൻ ആരാ? നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ അനിയനെ രക്ഷിക്കണം. ജൂലൈ 2 പുലർച്ചെ 5:30 USA ബോസ്നിയ ആൻഡ് ഹെർസാഗോവിനയുമായിട്ട് കളിക്കുന്നത്. സാക്ഷിക്ക് പ്രോത്സാഹന സമ്മാനം ഉണ്ടോ? ഉണ്ട്. വിധിയിൽ തനിക്ക് എന്തെങ്കിലും കിട്ടാതിരിക്കും. ജൂലൈ 3 പുലർച്ചെ 12:30 സ്പെയിന് ഓസ്ട്രിയക്കെതിരെ കളിക്കുന്നു. അങ്ങനെ നിങ്ങൾ വിളിക്കുന്നിടത്തെല്ലാം വരാൻ അണലിയെ കിട്ടില്ല. എന്നെ കാണേണ്ടവൻ ഇങ്ങോട്ട് വരണം. അല്ലാതെ നീ വരില്ല. ഇല്ല. ഇന്നലെ പെയ്ത മഴയ്ക്ക് പൊട്ടിയ കീടങ്ങളും അവിടെ വന്ന് കുട്ടിയും കോലും കളിക്കാമെന്ന് വിചാരിച്ചാല് ഞങ്ങളത് തടയും. അതിനുശേഷം ജൂലൈ 3 പുലർച്ചെ 4:30 പോർച്ചുഗലിന്റെ കളിയിൽ ആരാധകർ കാത്തിരിക്കുന്ന പോരാട്ടം. എതിരാളികൾ ക്രൊയേഷ്യയാണ്. സമയം മറക്കണ്ട. ഇവിടുത്തെ തേവരെ തോൽപ്പിക്കാവുന്നാണോ വിചാരം? എന്നെ കാണണമെങ്കിൽ നീ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വാ. അല്ലെങ്കിൽ നിന്റെ ആയുസ് തീർന്നു എന്ന് കരുതിയാ മതി. മനസ്സിലായി. അറിയാനുള്ള യോഗ്യത എനിക്കുണ്ടോന്നറിയില്ല. വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയുന്ന ഒരു ഭർത്താവിനെയാണ് മകൾക്ക് ആവശ്യമെങ്കിൽ എനിക്ക് 100 വട്ടം സമ്മതമാണ്. ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. അത് കഴിഞ്ഞ് ജൂലൈ 3 രാവിലെ 8:30 സ്വിറ്റ്സർലൻഡ് അൾജീരിയക്കെതിരെ കളിക്കുന്നത്. അവനെ വിടരുത്. എന്ത് തന്ത്രം ഉപയോഗിച്ചാണെങ്കിലും പിടിച്ചു നിർത്തണം. ജൂലൈ 3 രാത്രി 11:30 ഓസ്ട്രേലിയ ഈജിപ്തുമായിട്ട് കളിക്കുന്നു. നീ വഴിപോക്കനാന്ന് പറഞ്ഞ് കളിയാക്കൊന്നും വേണ്ട. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല വഴിപോക്കുള്ള അവാർഡ് വാങ്ങിച്ചാണ് ഞാൻ. ജൂലൈ 4 പുലർച്ചെ 3:30 അർജന്റീനയുടെ റൗണ്ട് ഓഫ് 32 പോരാട്ടം കേപ്പ് വെർദെക്കെതിരെ. നിങ്ങൾ വലിയ തമ്പരാക്കന്മാരായിരിക്കും. നാടോടികളെ പോലെ ഇക്കണ്ട വഴിയൊക്കെ നടന്നത് അവരെ പിടിക്കാനാ സാറേ. 3000 കിലോമീറ്റർ താണ്ടി വന്നിട്ട് 30 കിലോമീറ്റർ ദൂരെ നിൽക്കുന്ന അവരെ വിട്ടിട്ട് വരാൻ ഞങ്ങൾക്ക് മനസ്സില്ല സാറേ. ഇവനൊക്കെ ഇത്ര പേടിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ ആരെയും ചെറുതായി കാണാറില്ല. നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങില്ല സാർ. അവസാന മത്സരം ജൂലൈ 4 രാവിലെ 7 മണിക്ക് കൊളംബിയ ഘാനയുമായിട്ട് ഏറ്റുമുട്ടും. എന്നാ പിന്നെ ഞാനങ്ങട്